നിന്റെ അമ്മയോടല്ല എന്നോടാ പറഞ്ഞത്. മക്കളെ നന്നായി നോക്കണോന്ന്, അവരടക്കി പിടിക്കണോന്ന്. അതുകൊണ്ട് നിങ്ങൾ ചിതറിത്തെറിച്ചു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ഇപ്പോ മാളുവായിട്ടുള്ള പ്രായവ്യത്യാസം പറയുന്നുണ്ട്. മാളുവിന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ നീ സമ്മതിക്കുമായിരുന്നോ? ഈ കാർത്തു എന്ന് പറയുന്നവളല്ലാതെ മറ്റൊരുവളെ? ഒരിക്കലും സമ്മതിക്കില്ല. നിനക്കതിന് കഴിയില്ല. ആദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടി ഞരമ്പിൽ കയറി പിടിച്ചു. അതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന തെറ്റാ. അന്ന് ജീവിതം പഠിച്ചവർ, അനുഭവിച്ചറിഞ്ഞവർ അത് തിരുത്തണം. നീ എനിക്കൊപ്പം വാ, അവള് കാത്തു നിൽക്കാം. നിനക്കൊപ്പം ക്ഷേത്രത്തിൽ പോവാനായിട്ട്. നടക്ക്. എന്തിനാ അപ്പച്ചി എന്നെങ്കിലും വിഷമിപ്പിക്കുന്നത്? ആരാടാ? ആരെ വിഷമിപ്പിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ നീയാ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തിട്ട് ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കുന്നത്. വാ. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാ നീ അത് ഉടനെ അമ്മയെ അറിയിക്കണം. അച്ഛനല്ലെങ്കിലും അമ്മ പറയുന്നതിനെതിരെ പറയൂ. അങ്ങനെ ശീലിച്ചു പോയി. നമ്മുടെ അമ്മയെ ശരി, ഒരിക്കലും അച്ഛനല്ല. ഇവൾക്കൊന്ന് അമ്പലം വരെ പോണം. ബൈക്കിൽ പോയാ മതി. നിന്നോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇവള് കുറെ നാളെ ആഗ്രഹിക്കുന്നു. അത് ഞാൻ കുളിച്ചിട്ടില്ല. കുളിക്കാതെയാണോ ഷർട്ടും പാന്റും ഒക്കെ ഇടുന്നത്? സത്യം പറയടാ, നീ രാവിലെ കുളിച്ചതല്ലേ? എന്നിട്ട് ആഹാരം കഴിച്ചായിരുന്നു. നോൺ വെജ് ഒന്നും കഴിച്ചില്ലല്ലോ. ഇവൾക്കൊപ്പം ക്ഷേത്രത്തിൽ പോവാതിരിക്കാൻ വേണ്ടി ഓരോരോ അടവെടുക്കണ്ട. നിനക്ക് അകത്തേറാൻ പറ്റിയില്ലെങ്കിലേ ഇവളെ ക്ഷേത്രത്തിന്റെ മുറ്റം വരെ വിട്ടാ മതി. ഇവൾ അകത്തേറി തൊഴുതിട്ട് വരും. ചെല്ലുമോളെ, നീയും ചെല്ല്. എന്താ നീ ചിന്തിക്കുന്നേ? സ്കൂൾ കുട്ടികളെ പോലെ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് ശരിയല്ല അപ്പച്ചി. നീ ഇപ്പോഴും എനിക്ക് സ്കൂൾ കുട്ടി തന്നെയാ. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിക്കണം. പോയിട്ട് വാ. മോള് ചെല്ല്. കേറുമോളെ. അവന്റെ തോളി പിടിച്ചിരുന്നോ? ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് നാലാൾ അറിയട്ടെ. പോയിട്ട് വാ മോളെ. നല്ല ചേർച്ചയല്ലേ? അതെ അതെ, പക്ഷെ അവനാ തോന്നലില്ലല്ലോ. അവന്റെ തോന്നലൊക്കെ മാറിക്കോളും. അതിനാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മേ, അമ്മ ഇടയ്ക്കൊക്കെ അവന്റെ ജോലി സ്ഥലത്തേക്ക് പോണായിരുന്നു നേരത്തെ. ഇപ്പം മാസങ്ങളായല്ലോ അവൻ ട്രാൻസ്ഫർ ആയി പോയിട്ട്. അതിനിടയിൽ വെച്ച് അവളുമായിട്ട് അടുത്തതാ. അതൊരു പരിധിക്കും അപ്പുറത്തോട്ട് പോയി. ഇപ്പം മറക്കാൻ പറ്റുന്നില്ല. അതാ അവസ്ഥ. അവനിനി അങ്ങോട്ട് പോവില്ലല്ലോ. മന്ത്രി സുഗതൻ ട്രാൻസ്ഫർ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അവൻ ഇതിനു മുൻപ് ആരെയും പ്രേമിച്ചിട്ടൊന്നും ഇല്ലല്ലോ അമ്മേ. അതുകൊണ്ട് ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന പെണ്ണിനോട് കടുത്ത ആരാധന തോന്നും. വേറെ കല്യാണം കഴിച്ചാലും ചിലപ്പോ അത് തുടരും. കുട്ടിക്കാലം മുതലേ അനന്തുവിന്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നു. നീ അവനുള്ളതാന്ന് പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊരു ധാരണ അരുണിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവിടെ പിഴവ് പറ്റിപ്പോയത്. പിന്നെ അവൻ എനിക്കറിയാം. താലികെട്ട് കഴിഞ്ഞ അവന്റെ സ്വഭാവം മാറും. ഒരു കുഞ്ഞൂടുണ്ടായി കഴിഞ്ഞ പറയാൻ വേണ്ട. അതുവരെയുള്ളൂ കാർത്തു എന്ന കാർക്കോടകം അവന്റെ മനസ്സിൽ.
ഇന്ന് പോയ പോലെ ഇടയ്ക്കൊക്കെ പുറത്ത് ചുറ്റട്ടെ, കല്യാണം വരെ. അവളുടെ കോൾ എടുക്കാൻ അവന് മടി. അത്ര കൊള്ളത്തില്ലല്ലോ. മോളുടെ സങ്കടം എനിക്കറിയാം. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് കടയിലേക്കൊന്നും വരണ്ട. ഇവിടെ ഇരുന്ന സങ്കടം കൂടെയുള്ളൂ ഏടത്തി. ഇന്ന് എന്തായാലും വരണ്ട. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണല്ലോ. എങ്കിലും വളരെ പെട്ടെന്ന് എല്ലാം സംഭവിച്ചു. അത് ചിലപ്പോ നല്ലതിനായിരിക്കും. ഞാൻ കാരണം സാറ് വേദനിക്കാൻ പാടില്ല. എന്താ മോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പച്ചിയുടെ വാക്ക് കേട്ട് അവരുടെ മോളെ വിവാഹം കഴിച്ച അരുണിന് സന്തോഷമായിരിക്കുമെന്നാണോ കാർത്തൂന്റെ വിചാരം? അന്ന് എസ് ഒക്കെ ഭയപ്പെടുത്തിയപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാതെ നിവൃത്തിയില്ലായിരുന്നു. അരുൺ സാറിന്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തണമെന്ന് പറഞ്ഞപ്പോ പേടിച്ചിട്ടാ താലികെട്ടിന് തയ്യാറായത്. അതൊക്കെ ഒരു നിമിത്തമായിരുന്നു മോളെ. അല്ലാതെ നിങ്ങളെ ഒന്നിപ്പിക്കാൻ പറ്റില്ലെന്ന് ദൈവത്തിനും അറിയാം. പ്രത്യേകിച്ച് അരുണിന്റെ വീട്ടിലൊക്കെ പോയി എല്ലാം മനസ്സിലാക്കിയോണ്ട് മോൾ ഒരിക്കലും വിവാഹത്തിന് തയ്യാറാവില്ലായിരുന്നു. അവിടുന്ന് വന്നതും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ ഇതായിരുന്നു ഏക മാർഗം. ഇവിടുന്ന് അരുൺ സാറിന് മിക്കവാറും സ്ഥലം മാറി പോവേണ്ടി വരും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ സാറിന്റെ അപ്പച്ചി തുടങ്ങിയിട്ടുണ്ട്. ഇനി അരുണിനെ കാണാൻ പറ്റിയില്ലെങ്കിലും അരുണിന്റെ വിളി വന്നില്ലെങ്കിലും മോൾക്ക് ധൈര്യമായിട്ടിരിക്കാം. അരുൺ എവിടെയൊക്കെ പോയാലും അവസാനം മോളുടെ അരികിലേക്ക് തന്നെ വരും. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അപ്പച്ചിയുടെ മോളുമായിട്ടുള്ള വിവാഹം ഇന്നോ നാളെയോ നടന്നാലോ? അങ്ങനെ നടക്കുമെന്ന് അരുൺ പറഞ്ഞോ? അങ്ങനൊരവസ്ഥ വന്നാ പിന്നെ അരുൺ അരുണിന്റെ നിലപാട് വ്യക്തമാക്കും. ഒരു ഭാര്യ ഉണ്ടെന്ന് അങ്ങ് പറയും. എങ്കിലും ആ വീട്ടിലോട്ട് പോണ്ടി വന്ന കഷ്ടമാണ് അടുത്തി. വീണ്ടും നമ്മുടെ തറവാട്ടില് ജീവിച്ച പോലൊരു ജീവിതമായിരിക്കും പിന്നീട് അങ്ങോട്ട്. സാറിന്റെ അമ്മ കുഴപ്പമില്ല, ഏടത്തിയെ സഹിക്കാൻ പറ്റില്ല. പിന്നെ അപ്പച്ചിയുടെ കാര്യം പറയണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ത്രീകളിൽ എത്ര പേർക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നുണ്ട്. കയറി ചെല്ലുന്ന വീട്ടുകാരിൽ പലരും നമ്മളെ മരുമക്കളായി പോലും കാണാറില്ല. അന്യ പെൺകുട്ടികളായിട്ടേ കരുതൂ. എന്റെ അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ണേട്ടന്റെ അമ്മ എപ്പോഴെങ്കിലും ഒരു മരുമോളുടെ സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ടോ? പിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന പുരുഷൻ നല്ലൊരാളാണെങ്കിലേ അധികം പേടിക്കാനൊന്നുമില്ല. ഇവിടെ കണ്ണേട്ടനെ പോലെ തന്നെ അരുണും. അതുകൊണ്ട് മോക്ക് ഇനിയുള്ള കാലം മുഴുവൻ ഒരു തണലുണ്ടാവും. അതിനേക്കാളും മെച്ചപ്പെട്ട ഒരാള് ഇനി മോളെ തേടി വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ സാറിന്റെ താലി കഴുത്തിലിട്ടോണ്ട് ഇനി മറ്റൊരാൾക്കൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആണല്ലോ. അപ്പോ അരുൺ മോളോട് എന്ത് പറയുന്നു അത് കേൾക്കണം. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോണം. ഏതായാലും ഇന്ന് ഞാൻ കടയിലോട്ട് വരുന്നില്ല. അപ്പോ എനിക്ക് കണ്ണേട്ടിനെ പോയെന്ന് കാണുകയും ചെയ്യാലോ. കണ്ണേട്ടിനെ കാണുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികമൊന്നും പറയാത്തതാ നല്ലത്. എങ്കിലും ഒന്ന് സൂചിപ്പിക്കണം. കണ്ണേട്ടന്റെ അഭിപ്രായം കൂടി അറിയുമല്ലോ. ഈ ഒളിച്ചുകൾ തന്നെ കണ്ണേട്ടിനെ ഇഷ്ടപ്പെടുന്നില്ല മോളെ. ഏട്ടനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നേരെ അപ്പച്ചിയെ പോയി കണ്ടേനെ. എന്നിട്ട് രണ്ടിലൊന്ന് തീരുമാനിച്ചേനെ. ഉടനെ അത് വേണോ എടുത്തി. ഇങ്ങനെ ആദ്യ കയറി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഇതിന്റെ എല്ലാ അവസാനം മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും. കണ്ണേട്ടനും ഞാനും ഒക്കെ വരുമ്പോ അരുണിന്റെ ഒപ്പം പുഞ്ചിരിയോടെ നിൽക്കുന്ന മോളെ ഞങ്ങൾക്ക് കാണാൻ കഴിയും. അത് ചേർത്തെടുത്ത ദേവിയുടെ അനുഗ്രഹമാ. ദേവിയാ നിങ്ങൾ ഒന്നിപ്പിച്ചത്. അതുകൊണ്ട് ഇനി ആ ദേവി തന്നെ വീണ്ടും നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചോളും.
സാറിനടുത്തോടെയല്ലേ? മേലെ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെയാണോ വണ്ടി ഓടിക്കുന്നത്? നമ്മളവിടെ വെച്ചോ പരിചയമുണ്ടല്ലോ. എന്തായി? ഞങ്ങൾ തീരുമാനിച്ചു സാർ. താലി കെട്ടേണ്ട ദിവസം നാളെ. ഒന്നിച്ച് ജീവിക്കേണ്ടത് എന്നാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. താലി കെട്ട് കഴിഞ്ഞാ അതിനൊക്കെ തീരുമാനമായിക്കോളൂ. താലി കെട്ടും വരെ പ്രേമം, അത് കഴിഞ്ഞ് ഒന്നിച്ചൊരു ജീവിതം, അതോടെ ത്രില്ല് തീർന്നു. ഇവിടെ അതിലും മുകളിലാണ് നിങ്ങൾ ചിന്തിച്ചത്. ആദ്യം പ്രേമം, പിന്നെ താലികെട്ട്. രേഖാമൂലം ഭാര്യ ഭർത്താക്കന്മാർ, എന്നിട്ടും ഒന്നിച്ച് ജീവിക്കാൻ കഴിയാതെ വീണ്ടും പ്രേമിക്കും. ആ ഓർമ്മകളുണ്ടല്ലോ, വാർദ്ധക്യത്തിലും നമ്മുടെ മനസ്സിൽ അതേപടി തന്നെ കിടക്കും. ഇപ്പൊ പിടികിട്ടി. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അതാരാ? എന്റെ അപ്പച്ചിയുടെ മോളാ. അപ്പച്ചിയുടെ മോളെന്ന് പറയുമ്പോ മുറപ്പെണ്ണ്. ആ, അല്ല, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ടല്ലോ. സാറിന് വന്നേ. മാളു ഒരു മിനിറ്റ്. വാ സാർ. എന്താ സാറേ, ഇതുവരെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം വീട്ടിൽ അറിഞ്ഞിട്ടില്ല. ഇതുവരെ അറിഞ്ഞില്ലേ? എന്താ സാറ്? കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ ഇടപെടണോ? ചിലപ്പോ വേണ്ടി വരും. അപ്പച്ചിയുടെ മോളെ കെട്ടാൻ സമ്മർദ്ദമുണ്ടോ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു വന്നോണ്ട് ചോദിച്ചതാ. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും. അറിയാലോ, കാർത്തിക എന്ന കൊച്ചിനെ ഒരുപാട് നിർബന്ധിച്ചിട്ടാ അവൾ താലി കെട്ടാൻ നിന്ന് തന്നത്. അതൊക്കെ എനിക്കറിയാം സർ. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ കുറച്ച് തടസ്സങ്ങളുണ്ട്. ഓരോരുത്തരും സംഭവങ്ങൾ അറിയിച്ചു വരിക. അത് കഴിഞ്ഞ് എല്ലാ അർത്ഥത്തിലും കാർത്തുവിന്റെ ഭാര്യയാകും. പാവപ്പെട്ട കൊച്ച, അതിനെ കരയിക്കരുത്. അയാള് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ സാറേ അന്ന് ഞാൻ അത്രയ്ക്ക് സാഹസം കാണിച്ചത്. അപ്പൊ നിങ്ങൾ ഒരു വീട്ടിലല്ല താമസം? അല്ല, മിക്കവാറും ഉടനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് വരും. പെട്ടെന്ന് സ്മൂത്താക്കിക്കൊള്ളണം. നമ്മളെ വിശ്വസിച്ച് വന്ന പെൺകുട്ടിയെ കണ്ണു നിറഞ്ഞ അത് ഞാൻ സഹിക്കത്തില്ല. ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സാറിനെ കാണാൻ വരും. സാറിനൊരു പാർട്ടിയും തരും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹെൽമെറ്റ് വെക്കാത്തതിന് ഫൈൻ എന്തെങ്കിലും? തൽക്കാലം ഫൈൻ അടിക്കുന്നില്ല. എന്നാ കാർത്തൂനെ കളഞ്ഞ ഫൈനോട് ഫൈനായിരിക്കും. അതെ, ഇനി പോകുമ്പോ ഹെൽമെറ്റൊക്കെ വെച്ച് പോണം. ഉത്തരവാദിത്തപ്പെട്ട ഒരു നിയമം തെറ്റിച്ചാലേ ചാർജ് ഇരട്ടിയാ. ചെല്ല്. വാ. അമ്മേ, എത്ര പവനാ അമ്മേ മാളൂന് കൊടുക്കുന്നേ? നിന്നേക്കാളും ഒരു 10-15 പവൻ കൂടുതൽ കൊടുക്കും. എന്താ? അല്ല, എന്നെ അനന്തൂട്ടം കല്യാണം കഴിക്കുമ്പോ സ്വർണത്തിനൊരു 10-20,000 രൂപയെ വില ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ഇപ്പൊ ഇരട്ടിയാ. അതിന്റെ കൂടെ 15 പവൻ കൂടി കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിലേ അതവളുടെ ഭാഗ്യോ. ദേ, നിന്റെ അനിയത്തിയാ. ഇനി എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് രണ്ടാൾക്കുവാ. പിന്നെ ഒരു കണക്ക് പറച്ചിൽ വേണ്ട. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളമ്മേ. എന്റെ സ്വർണം കുറച്ച് ലോക്കറിൽ ഇരിപ്പുണ്ട്. അത് പകുത്ത് തരുമ്പോ നിനക്ക് കൂടുതൽ തരാം.
തന്നില്ലേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സ്വർണത്തെ പറ്റിയും പണത്തെ പറ്റിയും ഒന്നുമല്ല നീ ചിന്തിക്കേണ്ടത്. ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് ശരിയല്ലെങ്കിൽ അതിലും നല്ല ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണണം. ഇനിയിപ്പോ ആൾക്കാർ ചോദിക്കുന്നത് കുട്ടികളില്ലെന്നാ. നിനക്കാ പ്രശ്നം, അത് മറക്കണ്ട. ആ, രണ്ടാളും വരുന്നുണ്ട്. അമ്പലത്തിൽ മാത്രമേ പോയുള്ളൂ മോളെ? ഞാൻ പറഞ്ഞതാ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന്, എന്നിട്ട് കേട്ടില്ല. അതെന്താടാ, നിന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ? രാവിലെ ആഹാരം കഴിച്ചോണ്ട് കഴിക്കാൻ തോന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു മോളെ പുറത്തു പോയിട്ട്? എന്താ അവൻ നിന്നോട് പറഞ്ഞത്? ഒരുമാതിരി അവാർഡ് ഫിലിം പോലായിരുന്നു. എന്നോട് പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. ദൈവത്തിന് മുന്നിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കണ്ടു. അത് വിവാഹം നടക്കണേന്നാകാൻ വഴിയില്ല, മുടങ്ങണമെന്നായിരിക്കും പറഞ്ഞത്. ആ അമ്മേ, അതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. വഴിയരികില് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. എസ്ഐ കണ്ടപ്പോ അരുണേട്ടൻ നന്നായി പരിങ്ങി. അങ്ങേരെന്തോ ചോദിക്കാൻ വന്നപ്പോ പെട്ടെന്ന് മാറ്റി നിർത്തി സംസാരിക്കുന്നത് കണ്ടു. എന്താ സംസാരിച്ചെന്നറിയില്ല. കണ്ടപ്പോ തന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നുണ്ടോന്നാ ചോദിച്ചേ. എന്തായാലും ആ നേരത്ത് അരുണേട്ടൻ നന്നായിട്ട് ഭയക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ കള്ളത്തരമുണ്ടമ്മേ. ഇടയ്ക്കൊന്ന് പിടിവിട്ടുപോയി, എങ്കിലും തളച്ചില്ലേ? ഇനി വളരെ കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ വിവാഹത്തിന്. നീ ഏതു നേരവും കൂടെ വേണം. ജോലി സ്ഥലത്തും അവൻ ഒറ്റയ്ക്ക് വിടണ്ട. കല്യാണം കഴിയാനാ പാട്. അതിനൊരു പാടുമില്ല. അവനിങ്ങനെ ഒരുപാട് പ്രതിഷേധം കാണിക്കും. അതൊരുത്തി മനസ്സിൽ കിടക്കുന്നുണ്ടാ. മഞ്ജു പറഞ്ഞ പോലെ ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടിയാ അനാഥയായ ആസത്ത് പെണ്ണ്. അവളെ നഷ്ടപ്പെടുന്നതിന്റെ വേദന അവൻ കല്യാണം കഴിയുന്നവരെ പ്രകടമാക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മോൾ ആവശ്യത്തിലധികം സ്നേഹം അവന് കൊടുക്കണം. അനന്തുവിനേക്കാളും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാ അരുൺ. അതുകൊണ്ട് സ്നേഹം കൊണ്ട് തന്നെ അവനെ കീഴ്പ്പെടുത്തണം. പിന്നെ കാർത്തൂന് ഒരിക്കലും അവൻ ഓർക്കരുത്. അതൊക്കെ നിന്റെ കയ്യിലായിനി. അതുപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലാത്തവൻ അരുൺ. എവിടെ പോയാലും വീട്ടിൽ വന്നേ ആഹാരം കഴിക്കുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് അവന് വച്ച് വിളമ്പി കൊടുക്കാൻ നീ പഠിക്കണം. അത്യാവശ്യം പാചകമൊക്കെ അവനറിയാം. അതുകൊണ്ട് അവൻ ഇവൾക്ക് വച്ച് വിളമ്പണോ? അല്ല, രണ്ടാളും കൂടി സഹകരിച്ച് മുന്നോട്ട് പോകാനാ ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ചേച്ചി സഹകരിക്കുന്നുണ്ടോ? ഇവിടെ അമ്മായി ഉണ്ടല്ലോ. ഞാൻ വരുമ്പോ പിന്നെ അമ്മ ഇവിടുന്ന് പോകുമോ? അതല്ല മോളെ, അവനുമായി ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ നേരത്ത് ഞാൻ അമ്മയെ കൂടെ കൂട്ടിക്കോളാം. അതിന്റെ പേരിൽ ഇനി വഴക്ക് വേണ്ട. ഇവർക്കൊപ്പം ചേച്ചി പോയാൽ നിനക്കൊപ്പം ഞാൻ കാണും. നിങ്ങളുടെ അച്ഛന് പിന്നെ അവിടെ ജോലിക്കാരനുണ്ടല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളൂ. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നു, അവനോട് എന്തായിരിക്കും എസ് ഐ സംസാരിച്ചത്? ഇവിടെ വരുന്നത് വരെ എന്റെ ചിന്തയും അത് തന്നെയായിരുന്നു ചേച്ചി. അമ്പലത്തിലൊക്കെ പോയോ മോനെ? ഇനിയിപ്പൊ പ്രശ്നത്തിനൊന്നും നിക്കണ്ട മോനെ. ദേവിയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. നിന്റെ അപ്പച്ചി വരുമ്പോ ഈ നോട്ടം നോക്കാതെ എന്നെ നോക്കുന്ന എന്തിനാ?
ഭഗവാന്റെ മുമ്പിൽ പോയി നിന്നപ്പോഴും പ്രാർത്ഥിച്ചത് തടസ്സങ്ങളൊക്കെ നീങ്ങി കാർത്തൂനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റണേന്നാ. അത് ഭഗവാൻ വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കും, നടക്കണം. ഞാൻ അയാളെ വിവാഹം കഴിക്കുമേ. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാ. നിനക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. പിന്നെ എങ്ങനെ നീ അവളെ കൂട്ടിക്കൊണ്ടുവരും നീ പറയുന്നേ? അപ്പച്ചിയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ ഇതിനകത്ത് ഇരിക്കുക. സമയാവുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരും. നിനക്ക് അവളെ ആരും അറിയാതെ വിവാഹം കഴിക്കാം. എന്നിട്ട് ഇവിടേക്ക് വരാതെ ഒന്നിച്ച് താമസിക്കുകയും ചെയ്യാം. നല്ലൊരു ജോലിയുള്ളത് കൊണ്ട് അതിന് നിനക്ക് ബുദ്ധിമുട്ടുമില്ല. എന്നാ അവിടെ കൊണ്ട് അറ്റുപോകുന്നത് അപ്പച്ചിയുമായിട്ടുള്ള ബന്ധമാ. പിന്നെ എന്നോട് പോലും ദേവം മിണ്ടാനോ പറയാനോ വരില്ല. അവളുടെ ശാപം പിടിച്ചു വാങ്ങിയിട്ട് നിങ്ങൾ ഒന്നിച്ചാൽ ആ ജീവിതം ജീവിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മോനെ. അമ്മ ഇവിടെ ഒരു പൂജാമുറി ഉണ്ട്. അമ്മ തൂത്തു തുടച്ച് നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞാ ഏട്ടത്തി വന്ന് തൊഴും. അതും തോന്നിയാ മാത്രം. എന്നാ അതുപോലെയല്ല കാർത്തു. അയാൾ ഇവിടെ വന്നാ പിന്നെ അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് കയറിയാ മതി. അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ എന്താടാ അവള് തറവാട്ടിൽ നിന്ന് പുറത്തു പോയത്? അവളുടെ ഏട്ടൻ ജയിലിലായത് എങ്ങനാ? എന്റെ പൊന്നമ്മ, ഇതിനൊക്കെ കാരണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നതാ. അമ്മ വെറുതെ അപ്പച്ചയെ ഭയന്നിട്ട് എന്നെ ഉപദേശിച്ച് മാറ്റിയെടുക്കാൻ നോക്കണ്ട. എനിക്കിനി കാർത്തൂനെ വിട്ടുകളയാൻ പറ്റില്ല. ഞങ്ങളുടെ ബന്ധം അത്രയ്ക്ക് വളർന്നു കഴിഞ്ഞു. എന്നുവെച്ചാ